ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഏറെക്കുറെ 30% അടുക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതി. അവർക്ക് അധികാരത്തിലെത്തണമെങ്കിൽ ആര് കൂടെ നിർത്തും? അതിന് പാകിസ്ഥാനെ പ്രീണിപ്പിച്ചാണെങ്കിലും കുഴപ്പമില്ല, അതിപ്പോൾ ഹമാസിനെ പ്രീണിപ്പിച്ചാണെങ്കിലും കുഴപ്പമില്ല, അതിപ്പോൾ ഏത് തീവ്രവാദ സംഘടനയിലും പ്രീണിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ഇവർ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനം, അങ്ങനെ തന്നെ പറയാം, രാജ്യവിരുദ്ധ പ്രവർത്തനം പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുക എന്നുള്ള BJPയുടെ കടമയാണ്. അദ്ദേഹം ഒരു സമുന്നതനായ ഒരു സമുദായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അവഗണിക്കാൻ കഴിയൂ? അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഇന്ന് സമുന്നതനായ ഏറ്റവും വലിയ സമുദായ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് BJPയുടെ അഭിപ്രായം. അതെന്തായാലും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സജീവം മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും ജാതിയും മതവും ഒക്കെ കേരളത്തിന് മറ്റിടങ്ങളിലേ ഉള്ളൂ. കേരളം അതിനൊക്കെ അപ്പുറത്തേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഇടമാണെന്ന് പറയുമ്പോൾ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ജാതിയും മതവും കേന്ദ്രീകരിച്ചുള്ളപ്പോൾ VD സതീശൻ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ, KC വേണുഗോപാൽ ആയിക്കോട്ടെ, ഇപ്പോൾ ഷോൺ ജോർജ് ആയിക്കോട്ടെ, ആരും ഏത് മുന്നണി വ്യത്യാസമില്ലാതെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു വികാരങ്ങൾ എവിടെയൊക്കെ പല കാലങ്ങളിലായി വ്രണപ്പെട്ടിട്ടുണ്ടോ അതിലൊക്കെ ഒന്നുകൂടി ഒന്ന് കുത്തി നോവിപ്പിച്ച് വോട്ടുകൾ എങ്ങനെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധ്യതകൾ നമ്മുടെ എല്ലാ മുന്നണികളും നോക്കുന്നുണ്ട്. കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അത് പ്രകടമാകുന്ന പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.